കിടക്കുന്ന ഇന്നയാളുടെ ജനാസയാണ്. അദ്ദേഹം നമ്മളുമായി ഇടപഴകുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് എന്തെങ്കിലും നമുക്ക് വേണ്ടാത്തതോ മറ്റൊക്കെ വന്നു പോയിട്ടാണ്, അതൊക്കെ പുറത്തു കൊടുക്കണം. അതോടൊപ്പം ഹക്കിടപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇന്ന മക്കളുമായി ബന്ധപ്പെട്ടാൽ അത് വിട്ടുതരാമെന്ന് മക്കൾ ഏറ്റിട്ടുണ്ട് എന്നൊക്കെ പറയുന്നൊരു പൊതു സ്വഭാവം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ മയ്യത്തിൽ നിന്ന് ഹക്കിടപാടൊക്കെ ഒഴിവാക്കി കൊടുക്കുക എന്നതുപോലെ മയ്യത്തിന് ഒരുപാട് ഫർള് നിസ്കാരം ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, അതിന്റെ പേരിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, ഈ വിഷയമാണ് തംബീഹുൻ എന്ന ഭാഗത്തിലൂടെ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു കൈകാര്യം ചെയ്യുന്നത്. മമ്മാത്ത ഒരാൾ മരിച്ചു, മമ്മാത്ത ഒരാൾ മരിച്ചാൽ വ അലൈഹി, മമ്മാത്ത ഒരാൾ മരിച്ചാൽ വ അലൈഹി സ്വലാത്തു ഫർളിൻ, അവന്റെ മേൽ ഫർള് നമസ്കാരമുണ്ട്. ലം തുഖ്ല, ഖളാ വീട്ടപ്പെടാത്ത ഫർള് നിസ്കാരം അവന്റെ മേൽ ബാധ്യതയായി ഉണ്ട്. ആ നിലയിൽ ഒരാൾ മരിച്ചാൽ മമ്മാത്ത വ അലൈഹി സ്വലാത്തു ഫർളിൻ, ഒരാളുടെ മേൽ ഫർള് നമസ്കാരം ബാധ്യതയായിരിക്കവേ ഒരാൾ മരിച്ചു. അങ്ങനെയാണ് മമ്മാത്ത ഒരാൾ മരിച്ചാൽ വ അലൈഹി സ്വലാത്തു ഫർളിൻ, അവന്റെ മേൽ ഫർള് നമസ്കാരം ബാധ്യതയായി ഉണ്ടെന്ന് പറഞ്ഞാൽ ഖളാ വിട്ടാൻ ഒരുപാട് നിസ്കാരമൊക്കെ ഉണ്ടായിരുന്നു. ആ നിലയിലാണ് അയാൾ മരിച്ചത് എങ്കിൽ ലം തുഖ്ല, അത് ഖളാ വീട്ടപ്പെടേണ്ടതില്ല. ലം തുഖ്ല, അത് ഖളാ വീട്ടപ്പെടേണ്ടതില്ല. വലം തുഫ്ദ അൻഹു, അതിനെ തൊട്ട് പ്രായശ്ചിത്തം നൽകപ്പെടേണ്ടതുമില്ല. എന്തെങ്കിലും ഉദാഹരണത്തിന് ഇപ്പൊ ഹജ്ജ് ചെയ്യാതെയാണ് മരിച്ചതെങ്കിൽ, ഹജ്ജ് നിർബന്ധമായിരിക്കവേ ഹജ്ജ് ചെയ്യാതെയാണ് ഒരാൾ മരിച്ചതെങ്കിൽ ഹജ്ജ് ചെയ്യാനുള്ള പണം മാറ്റിവെച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അനന്തര സ്വത്ത് വിഹിതം വെക്കാൻ പാടുള്ളൂ എന്നാണ്. എന്നാൽ നമസ്കാരം ഖളാ ആയതിന്റെ പേരിൽ അപ്രകാരം തന്നെ നോമ്പിനും ബാധകമാണ്. കാരണം നോമ്പിനൊക്കെ മുദ്ദിന്റെ ആവശ്യവും കടന്നു വരും. അല്ലാതെ അതേസമയം നമസ്കാരത്തിന് ഔദ്യോഗിക നിയമപ്രകാരം കൃത്യമായി നിസ്കാരം ഖളാ ആയതിന്റെ പേരിൽ, ഖളാ ആയ നിസ്കാരം ഉണ്ടായതിന്റെ പേരിൽ അത് ഖളാ വീട്ടപ്പെടേണ്ടതില്ല. വലം തുഫ്ദ അൻഹു, അതിനെ തൊട്ട് പ്രായശ്ചിത്തം ഫിദിയ നൽകപ്പെടേണ്ടതും ഇല്ല. മനസ്സിലായിരിക്കും. അപ്പൊ ഒരാൾ മരിച്ചു, അയാൾക്ക് ഒരുപാട് 4-5 കൊല്ലത്ത് നമസ്കാരം ബാക്കിയുണ്ട്, പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യണോന്ന് ചോദിച്ചാൽ ഔദ്യോഗിക അഭിപ്രായ പ്രകാരം ഒന്നും ചെയ്യേണ്ടതില്ല. എന്നാൽ വഫീ ഖൗലിൻ, ഒരു അഭിപ്രായത്തിലുണ്ട്, വഫീ ഖൗലിൻ, മറ്റു അഭിപ്രായങ്ങൾ, പ്രബലമല്ലാത്ത അഭിപ്രായങ്ങളെ സൂചിപ്പിക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കുക. വഫീ ഖൗലിൻ, ഒരഭിപ്രായ പ്രകാരം അന്നഹ, ആ നമസ്കാരങ്ങൾ തുഫ്അലു അൻഹു, അവനെ തൊട്ട് പ്രവർത്തിക്കപ്പെടണം എന്ന് പറഞ്ഞ മക്കളോ ബന്ധപ്പെട്ടവരോ എന്ത് ചെയ്യാ, ആ നമസ്കാരമൊക്കെ ഖളാ വിട്ടാൻ മുന്നോട്ട് വരണം എന്ന് കാണാം. വഫീ ഖൗലിൻ, ഒരഭിപ്രായ പ്രകാരം അന്നഹ, ആ നഷ്ടപ്പെട്ട നമസ്കാരങ്ങൾ തുഫ്അലു അൻഹു, മയ്യത്തിനെ തൊട്ട് പ്രവർത്തിക്കപ്പെടേണ്ടതാണ്. തുഫ്അലു അൻഹ, മുഫ്അലു അൻഹു, മയ്യത്തിനെ തൊട്ട് ആ നമസ്കാരം പ്രവർത്തിക്കപ്പെടണം. ഔസാ ബിഹാ അം ല, ആ നിസ്കരിക്കാൻ ആ മരിച്ചയാള് വസിയത്ത് ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ. മരിക്കാൻ കിടക്കുമ്പോ എന്റെ ഫർളായ നിസ്കാരമൊക്കെ ഖളാ വീട്ടണം എന്ന് പ്രത്യേകം ആവശ്യപ്പെടട്ടെ ആവശ്യപ്പെടാതിരിക്കട്ടെ, നമസ്കാരം ഖളാ വീട്ടാം, പ്രവർത്തിക്കപ്പെടാം എന്ന് ചില അഭിപ്രായത്തിലുണ്ട്. ഹക്കാഹുൽ അബ്ബാദിയു, ഈ അഭിപ്രായത്തെ എടുത്തുദ്ധരിച്ചിട്ടുണ്ട് ഇമാം അബ്ബാദി എന്നവർ അനിശ് ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൽ നിന്നും അബ്ബാദി എന്നവർ ഈ അഭിപ്രായത്തെ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ലി ഖബരിൻ ഫീഹി, അതിൽ ഹദീസ് ഉള്ളതിന് വേണ്ടി. അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോ ആ നിലക്ക് ചെയ്യാം എന്ന് ഹദീസുണ്ട്, അങ്ങനെ ചെയ്യാം എന്ന് ഒരു അഭിപ്രായമുണ്ട്. എന്നാൽ പ്രബലമായ അഭിപ്രായമല്ല. എന്നാൽ നമുക്ക് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നിടത്തൊക്കെ സ്വീകരിക്കാവുന്ന ഒരു അഭിപ്രായമാണ്. മാത്രമല്ല അങ്ങനെ സ്വീകരിക്കാം എന്നതിനൊരു തെളിവായി വഫഅല ബിഹി അസ്സുബ്കിയു, ഇമാം സുബ്കി റഹിമഹുല്ലാ അങ്ങനെ പ്രവർത്തിച്ചിട്ടുമുണ്ട്. ഈ അഭിപ്രായം കൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അസ്സുബ്കിയു, ഇമാം സുബ്കി റഹിമഹുല്ലാ അൻ ബഅളി അഖാരിബിഹി, തന്റെ ചില കുടുംബക്കാർക്ക് പകരം, അതായത് തന്റെ ഉമ്മക്ക് പകരം ബഹുമാനപ്പെട്ടവർ അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു. അവ നമ്മുടെ പ്രിയപ്പെട്ടവരോ ബന്ധപ്പെട്ടവരോ മരിക്കുമ്പോൾ നമസ്കാരമൊക്കെ ഖളാ ഉണ്ടെങ്കിൽ
ഔദ്യോഗികമായ അഭിപ്രായം ഖളാ വീട്ടേണ്ടതില്ല, പ്രായശ്ചിത്തം നൽകപ്പെടേണ്ടതില്ല എന്നാണ്. എന്നാൽ പോലും ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റഹിമഹുല്ലയും സുബ്കി ഇമാമിനെ പോലുള്ളവർ പ്രവർത്തിക്കുകയും അബ്ബാദി എന്നവർ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനായി ഉദ്ധരിക്കുകയും ചെയ്ത ഒരു ഖൗല് പ്രകാരം ഖളാ വീട്ടാം, പ്രായശ്ചിത്തം നൽകപ്പെടാം. സ്വാഭാവികമായും നമ്മുടെ ഉറ്റവരെയും ബന്ധപ്പെട്ടവരൊക്കെ ആകുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുമല്ലോ. അപ്പൊ ആ നിലയിൽ നമ്മൾ അതിനെ വിലയിരുത്തുക എന്ന് മാത്രം തൽക്കാലം പറയാം. മനസ്സിലായിട്ടുണ്ട് കാണും. വിഷയം അടുത്തതിലേക്ക് പോവാണ്. ഇനി നമസ്കാരം നിർബന്ധമായത് ആർക്കാണ്? മുക്കല്ലഫും മുസ്ലിമുമായ ആൾക്കാണ്. അതായത് ആക്കലും ബാലിഗുമായ മുസ്ലിമുമായ ആൾക്കാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നിസ്കാരം നിർബന്ധമില്ല, അല്ലെ? കുട്ടികൾക്ക് നിസ്കാരം നിർബന്ധമില്ല എന്ന് കരുതി കുട്ടികൾക്ക് നിസ്കാരത്തെ ഉപേക്ഷിക്കാമോ? നിസ്കാരവുമായി ബന്ധപ്പെട്ട് അവരോടുള്ള സമീപനം എങ്ങനെയാണ്? വയു ഉമ്മറു കൽപ്പിക്കപ്പെടും റൂസിബൻ കുട്ടിത്വമുടയവനോട്, അതായത് കുട്ടിയോട്. വയു ഉമറു റൂസിബൻ കുട്ടിത്വമുടയവനോട് കൽപ്പിക്കപ്പെടും, അതായത് കുട്ടിയോട് കൽപ്പിക്കപ്പെടും. സിബൻ കുട്ടിത്വമാണ്. വയു ഉമറു റൂസിബൻ കുട്ടിത്വമുടയവനോട് കൽപ്പിക്കപ്പെടും. ലഖറുൻ ഔ ഉൻസ, അത് ആണോ പെണ്ണോ ആയ കുട്ടിത്വമുടയ ആരാവട്ടെ, ആണോ പെണ്ണോ ആയോട് കൽപ്പിക്കപ്പെടും. തിരിവെത്തിയവൻ കാര്യങ്ങൾ വകകൾ മാറി തിരിയോട് കൽപ്പിക്കപ്പെടും. എങ്ങനെയാണ് ഒരു കുട്ടി മുമയ്യിസ് ആവുക? ബി അൻസാറ, ഒരായി നമ്മൾ പറയേണ്ടത് ബി അൻസാറ, അവനാവൽ കൊണ്ട്, യഅ്കുലു തിന്നുന്നവനാവുക, വയശ്റബു അവൻ കുടിക്കുന്നവനാവുക, വയസ്തഞ്ചി അവൻ മലമൂത്ര വിസർജന ശേഷം ശുദ്ധീകരണം നിർവഹിക്കുന്നവനാവുക, വഹ്ദഹു ഒറ്റക്ക്. അവൻ സ്വന്തമായി കുടിക്കും, തിന്നും, മലമൂത്ര വിസർജനം ചെയ്യും. ആ നിലയിലുള്ളൊരു പാകതയിലേക്ക് എത്തുമ്പോഴാണ് മുമയ്യിസ് എന്ന് പറയാ. ഏകദേശം ഒരു 6-7 വയസ്സൊക്കെ ആകുമ്പോൾ ഏകദേശം അങ്ങനെ ഒരു മുമയ്യിസ് ആകും. ചിലപ്പോൾ ഒരു 5 വയസ്സിലായി കൂടായി ഒന്നുമില്ല. അപ്പൊ ഏതായാലും അങ്ങനെ ഒരു മുമയ്യിസായ കുട്ടിയോട് കൽപ്പിക്കപ്പെടും എന്ന് പറഞ്ഞാൽ, അങ്ങനെ സ്വയം മലമൂത്ര വിസർജന ശുദ്ധീകരണം ഒന്നും ചെയ്യാത്ത ആളുകളോട് നിസ്കാരം കൽപ്പിക്കാനും പറഞ്ഞിട്ടില്ല എന്നർത്ഥം. നമ്മുടെ ചിലപ്പോഴൊക്കെ ചെറിയ കുട്ടികളെയൊക്കെ കൂട്ടി പള്ളിയിലേക്ക് വരും നമ്മുടെ ആളുകൾ, കുട്ടിയെ നിസ്കാരം പഠിപ്പിക്കാനും നിസ്കാരം ശീലിപ്പിക്കാനും എന്നൊക്കെ ലക്ഷ്യത്തോടെ. തീർത്തും നിരുത്സാഹപ്പെടുത്തേണ്ട വിഷയമാണത്. പള്ളികളിലേക്ക് മുമയ്യിസ് അല്ലാത്തവരെ കൊണ്ടുവന്നാലുള്ള പ്രശ്നം നമസ്കാരക്കാർക്കൊന്ന് ശല്യം. 2, നമസ്കാരം നിർവഹിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അവൻ വ്യത്യസ്ത കോമാളിത്തരങ്ങളൊക്കെ കളിക്കും. കാരണം അവൻ കുഞ്ഞാണ്, അവന് കാര്യങ്ങൾ വേണ്ട പോലെ തിരിയാൻ തുടങ്ങിയിട്ടില്ല. ചിലപ്പോൾ ചിലർ നമസ്കാരത്തെ സഫിൽ തന്നെ ആക്കുകയും ചെയ്യും. അത് ബേക്കിലുള്ള സഫുകൾക്കും പിന്നിലുള്ള സഫുകൾക്കൊക്കെ പ്രയാസപ്പെടുകയും ചെയ്യും. അങ്ങനെ പല കാരണങ്ങളെ കൊണ്ടും. അതോടെ ഏതായാലും മുമയ്യിസായ ആളോടാണ് കൽപ്പിക്കേണ്ടത്, മുമയ്യിസായ കുട്ടിയോടാണ് നിസ്കാരം കൊണ്ട് കൽപ്പിക്കേണ്ടത്. അവൻ പറഞ്ഞു വന്നത് വയു ഉമറു ദൂ സിബൻ മുമയ്യിസുൻ, മുമയ്യിസായ കുട്ടിത്വമുടയവനോട് കൽപ്പിക്കപ്പെടും. എന്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, വരും. അതായത് ഐ യജിബു, കൽപ്പിക്കപ്പെടുന്ന പറയുമ്പോൾ ആരാ ഇത് ചെയ്യേണ്ടത്? ഐ യജിബു അല കുല്ലിമ്മിൻ അബവൈഹി, അവന്റെ മാതാപിതാക്കളിൽ നിന്ന് ഓരോരുത്തന്റെ മേലും നിർബന്ധമാണ്. മാതാവാണെങ്കിൽ മാതാവ്, പിതാവാണെങ്കിൽ പിതാവ്, 2 പേരുടെ മേലും നിർബന്ധമാണ്. അങ്ങനെയാണ്. ചിലത് ഉപ്പാക്ക് നിർബന്ധം, ഉമ്മാക്ക് നിർബന്ധം എന്ന് വരും. ഇതല്ല, ഉപ്പ മാതാപിതാക്കളിൽ നിന്ന് എല്ലാവരുടെ മേലും, എന്നാൽ 2 പേർക്കും നിബന്ധനയാണ്. യജിബു അലാ കുല്ലിമ്മിൻ അബവൈഹി, അവന്റെ മാതാപിതാക്കളിൽ നിന്ന് ഓരോരുത്തരുടെ മേലും നിർബന്ധമാണ്. വയജിബു അലാ കുല്ലിമ്മിൻ അബവൈഹി പറഞ്ഞാൽ മാതാവും പിതാവിനും പറയുന്ന അറബിയിലൊരു പ്രയോഗമാണ് അബവൈനി. അബ് എന്ന് പറഞ്ഞാൽ ശരിക്കും പിതാവാണ്, ഉമ്മയും. അവന്റെ മാതാപിതാക്കളുടെ മേൽ നിർബന്ധമാണ്
മാതാപിതാ അലാ മിൻ അബവൈഹി വ ഇൻ അലാ, മാതാപിതാക്കൾ എത്ര മേലെയാണെങ്കിലും ശരി എന്ന് പറഞ്ഞ ഉപ്പയല്ല ഉപ്പാപ്പയാണെങ്കിലും വ ഇൻ അല, വയുഉമറു ദൂ സിബൻ, കുട്ടിത്തമുടയവനോട് കൽപ്പിക്കപ്പെടും. മുമയ്യിസുൻ എന്നല്ലേ, മുമയ്യിസൻ എന്നല്ലല്ലോ, മുമയ്യിസുൻ എന്ന് തന്നെയാണ്. മുമയ്യിസുൻ, മുമയ്യിസായ കുട്ടിത്തമുടയവനോട്. ദൂ സുബൻ എന്നതിന് സിഫത്തായിട്ടാവാം മുമയ്യിസുൻ എന്ന് വന്നത്. മുമയ്യിസായവനോട് കൽപ്പിക്കപ്പെടും. ബിൽ ജദ്ദി, വയുഉമറു ദൂ സിബൻ മുമയ്യിസുൻ സിഫത്തുൽ ലിസിബൻ, സിഫത്തു ലി ദൂ അല്ലേ, ദൂ സിബൻ എന്നതിന് സിഫത്തായിട്ട്, ദൂ എന്നതിന് സിഫത്തായിട്ടാവാം മുമയ്യിസുൻ എന്നാണ് വരെ. സിബൻ എന്നല്ലല്ലോ, കുട്ടിക്കല്ല, കുട്ടിത്വം എന്നതിനല്ല സിഫത്ത്, മുമയ്യിസ് എന്നതിനല്ലേ സിഫത്ത്. നോക്കാം ഇൻഷാ അല്ലാഹ്. നമുക്ക് ഇപ്പം തൽക്കാലം മുന്നോട്ട് പോട്ടെ, ഞാൻ ഓർമ്മപ്പെടുത്താം. അപ്പൊ ഏതായാലും എങ്ങനെ വരും? വ ഇൻ അല, അത് മാതാപിതാക്കൾ മേലെയാണെങ്കിലും ശരി. വ ഇൻ അല എന്ന് പറഞ്ഞാൽ ഉപ്പാപ്പയാവട്ടെ ഉമ്മാമയാവട്ടെ മാതാപിതാക്കൾ എന്ന് പറയാവുന്നവർക്കൊക്കെയും നിർബന്ധമാണ് എന്ത്? സുമ്മൽ വസിയി, പിന്നെ വസിയി എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ ഇല്ല എങ്കിൽ ഇവനെ നോക്കാൻ ഏൽപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ നോക്കാൻ വസിയത്ത് ചെയ്യപ്പെട്ട ആളുകൾ, അവരുടെ മേൽ നിർബന്ധമാണ്. വഅലാ മാലിക്കിർ റഖീഖി, അപ്രകാരം കുട്ടി അടിമയാണെങ്കിൽ അടിമയുടെ ഉടമയുടെ മേലും നിർബന്ധമാണ്. വഅലാ മാലിക്കിർ റഖീഖി, ഇപ്പോൾ നമുക്ക് വലിയ ആവശ്യമൊന്നുള്ള ഭാഗമാവില്ല. അടിമയാണെങ്കിൽ, അടിമക്കുട്ടിയാണെങ്കിൽ അടിമയുടെ ഉടമക്കും നിർബന്ധമാണ്. വഅലാ മാലിക്കിർ റഖീഖി, അടിമയുടെ ഉടമയുടെ മേലും നിർബന്ധമാണ്. അപ്പൊ യജിബു അലാ കുല്ലിൻ മിൻ അബവൈഹി, തന്റെ മാതാപിതാക്കളിൽ നിന്ന് പറഞ്ഞാൽ ഉപ്പാപ്പ ഉമ്മാമയ്ക്ക് ആണെങ്കിലും, ഇനി ഒരാൾ കൽപ്പിച്ചാൽ ഫർദ് കിഫായ എന്ന നിലക്കാണ് അപ്പോൾ കടന്നു വരിക. ഉപ്പാപ്പ കൽപ്പിക്കുന്നതിന് ഉപ്പാപ്പയും വീണ്ടും പറയണ്ട, ഉപ്പാപ്പ പറയുന്നതിന് പിന്നെ ഉപ്പയും പറയേണ്ടി വരൂല. അപ്പൊ അങ്ങനെ ഫർദ് കിഫ എന്ന നിലക്ക് നിർബന്ധമാകും. വഇൻ അല, അത് ഉപ്പാപ്പയാണെങ്കിലും ഉമ്മാമയാണെങ്കിലും ശരി എന്നർത്ഥം. സുമ്മൽ വസിയി, പിന്നെ ഏൽപ്പിക്കപ്പെട്ടവൻ, വസിയത്ത് ചെയ്യപ്പെട്ടവൻ. വഅലാ മാലിക്കി റഖീഖി, അടിമയുടെ ഉടമയുടെ മേലും നിർബന്ധമാണ്. അടിമയുടെ ഉടമയുടെ മേലും നിർബന്ധമാണ്. എന്താണ് നിർബന്ധം അല്ലെ? അയ്യഉമുറ, കൽപ്പിക്കൽ. അയ്യഉമുറ, അവരുടെ മേൽ നിർബന്ധമാണ്. അയ്യഉമുറ, കൽപ്പിക്കൽ. ഇബാറത്ത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ? അയ്യഉമുറ, കൽപ്പിക്കൽ. എന്തുകൊണ്ട് കൽപ്പിക്കൽ? ബിഹാ, നമസ്കാരം കൊണ്ട് കൽപ്പിക്കൽ. ഐ അസ്സലാത്തി, നമസ്കാരം കൊണ്ട് കൽപ്പിക്കൽ നിർബന്ധമാണ്. അപ്പൊ കുട്ടിക്ക് നമസ്കാരം നിർബന്ധമില്ല, പക്ഷെ നമസ്കാരം കൊണ്ട് കൽപ്പിക്കൽ മാതാപിതാക്കൾക്കും മറ്റു ബന്ധപ്പെട്ടവരുടെ മേലും നിർബന്ധമാണ് എന്നർത്ഥം അല്ലെ? എപ്പോൾ? വലൗ ഖലാഅൻ, അത് നിസ്കാരം ഖലാ ആണെങ്കിലും ശരി. എന്ന് പറഞ്ഞ സുബഹി നിസ്കാരത്തിന് കുട്ടി എഴുന്നേറ്റ, എന്നാൽ സുബഹി നിസ്കാരത്തിന് കുട്ടി എഴുന്നേറ്റില്ല, എന്നാൽ എപ്പോഴാണോ എഴുന്നേറ്റത് ആ സമയത്തിനുടനെ തന്നെ കുട്ടിയോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. ഏതായാലും ഖലായിലും ളുഹർ നിസ്കരിച്ചാൽ മതി എന്നല്ല പറയേണ്ടത്, ഖലാ ആണെങ്കിൽ അതും നിസ്കരിക്കാൻ പറയണം. മനസ്സിലായി? നിസ്കാരം ഖലാ ആണെങ്കിലും ശരി, നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം. പ്രത്യേകം അടിവര
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് അവർ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കട്ടായിപ്പോയി ഉസ്താദെ. ഉസ്താദ് അവർ കട്ടായിപ്പോയി, DC ആയി തോന്നുന്നു. സഹോദരന്മാരെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അല്ല, എന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ സഹോദരന്മാരെ? ഉണ്ട്. അപ്പൊ ഉസ്താദ് അവർ DC ആണ്. ആരെങ്കിലും ഒന്ന് ഉസ്താദിനൊന്ന് ബൗൺസ് ആൻഡ് ബൗൺസ് ആക്കിയാൽ നല്ലതായിരുന്നു. കാരണം ഉസ്താദ് ഇങ്ങനെ ആർന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. നല്ലൊരു ക്ലാസ് ആയിരുന്നു. അൽഹംദുലില്ലാഹ്, ഇൻഷാ അല്ലാഹ് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ ഉസ്താദുകൾ തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല പഠനാർഹമായ ക്ലാസ്സാണ്. ഫത്ഹുൽ മുഈന്റെ ദർസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ആ ഇബാറത്തൊക്കെ നന്നായിട്ട്, ആ കിതാബൊക്കെ വളരെ ലഘുവായ രീതിയിൽ ഏത് ആർക്കും മനസ്സിലാകുന്ന രൂപത്തിലാണ് നമ്മുടെ ഉസ്താദ് അവറുകൾ ശരിക്കും നമ്മുടെ ദർസിലിരുന്ന് ക്ലാസ് കേൾക്കുന്ന അതേ ഒരു സുഖം നമുക്ക് ലഭിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉസ്താദ് അവറുകൾക്ക് ആഫിയത്തോടെയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ധാരാളം ദിവസങ്ങളിൽ നമ്മുടെ ഈ ഫത്ഹുൽ മുഈൻ പരിപൂർണമായിട്ട് നമുക്ക് ക്ലാസ് എടുത്തു തരുവാനും ഇത് ഓരോ ദിവസവും മുടങ്ങാതെ നമുക്ക് അതിൽ പങ്കെടുക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കാരണം ഫിഖ്ഹി മസ്അലയിൽ വളരെയധികം അവിഭാജ്യമായ ഒരു ഘടകമായ കിതാബാണ് നമ്മൾ ഫത്ഹുൽ മുഈൻ എന്ന കിതാബ്. അപ്പൊ അതൊന്ന് പഠിച്ചു കിട്ടിയാൽ നമ്മൾ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെയധികം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപകരിക്കുന്ന പല മസ്അലകളും നമുക്ക് ഈ ക്ലാസ്സിൽ കൂടി പഠിക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ശ്രമങ്ങളെയൊക്കെയും അവന്റെ തൃപ്തിപ്പെട്ട മാർഗത്തിൽ സ്വീകരിച്ച് നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന സ്വാലിഹായ അമലാക്കി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ തിരിച്ചു വരും. നമുക്കറിയാം സഹോദരന്മാരെ, നാട്ടിലുള്ള നെറ്റെല്ലാം കുറച്ച് കട്ടക്കുണ്ടാവും. അതൊരു വലിയ വിഷയമായി നമ്മൾ എടുക്കേണ്ട. ഇൻഷാ അല്ലാഹ് വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ നമുക്കിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടായ്മയെ അവൻ തൃപ്തിപ്പെട്ട രീതിയിൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ചെലവഴിക്കുന്ന ഓരോ നിമിഷത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നമുക്ക് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ഉസ്താദ് അവറുകൾ വീണ്ടും മൈക്കിലേക്ക് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സഹോദരന്മാരെ, നിങ്ങളെ അറിയിക്കുവാനുള്ള മറ്റൊരു വിഷയം, നമ്മുടെ ബഹുമാനപ്പെട്ട നസ്രുദ്ദീൻ ഉസ്താദിന് നല്ല സുഖമില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മുടെ പരിശുദ്ധ ഖുർആൻ പഠന ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല എന്ന് നമ്മുടെ ഉസ്താദ് അവറുകൾ അറിയിച്ചു. നിസ്കാരം ഖലാ മുതൽ പറയണം. മനസ്സിലായില്ല? ഹുറൈറ 10 എന്ന സുഹൃത്ത് അവിടെ എഴുതിയത് വലൗ ഖലാൻ എന്നത് മുതലാ. എവിടുന്ന് സുഹൃത്ത്? ഞാൻ നോക്കേണ്ട ഭാഗം ഞാൻ നേരത്തെ DC ആയൊന്നും അറിയില്ല. ഞാൻ കുറച്ച് നേരം കൂടി പറഞ്ഞിരുന്നു. പിന്നെ പെട്ടെന്ന് എനിക്കും കണക്ടിവിറ്റി പ്രോബ്ലം
കട്ടുണ്ടോന്ന് ചോദിക്കുന്നതും കട്ടിലാ കേൾക്കുന്നത്, പിന്നെന്താ ചെയ്യാ? സുഹൃത്തുക്കൾ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പോഴൊക്കെ അൽഹംദുലില്ലാ. അപ്പൊ വലവു ഖലാൻ മുതൽ പറയണമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലെ? ഓക്കെ എന്നാ പറയാം. അപ്പൊ വയുമറു ബിഹ, നിസ്കാരം കൊണ്ട് കൽപ്പിക്കൽ നിർബന്ധമാണ്. നമസ്കാരം കൊണ്ട് കൽപ്പിക്കൽ നിർബന്ധമാണ്. വലവു ഖലാൻ, ആ നിസ്കാരം ഖലാ ആണെങ്കിലും ശരി. നിസ്കാരം ഖലാ ആണെങ്കിലും കൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ, കുട്ടിയുടെ നിസ്കാരം ഖലാ ആയാൽ ആ ഖലാ ആയ നിസ്കാരവും നിർവഹിക്കാൻ കൽപ്പിക്കണം. വലവു ഖലാൻ, ഖലാ ആണെങ്കിലും ശരി. ഏതായാലും ഇപ്പൊ നിസ്കാരം കട്ടായി, അടുത്തത് മുതൽ നിസ്കരിക്കണേ എന്നല്ല കൽപ്പിക്കേണ്ടത്. കൽപ്പിക്കുമ്പോ ഈ നിസ്കാരം ഖലാ വീട്ടാനും കൽപ്പിക്കണം. വലവു ഖലാൻ. അതോടൊപ്പം വബി ജമീഇ ശുറൂതിഹ, നിസ്കാരത്തിന്റെ എല്ലാ ഷർത്തുകളെ കൊണ്ടും കൽപ്പിക്കണം. ഔറത്ത് മറക്കാനും വേണ്ട രൂപത്തിൽ തന്നെ ഔറത്ത് മറയുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പല പള്ളികളൊക്കെ ഫ്ലക്സും അതുപോലെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ചില ഫോട്ടോകൾ നമ്മൾ കാണാറുണ്ട്. വുളുവൊക്കെ കൃത്യമായി നിർവഹിച്ചൊക്കെ അതുപോലെ കൃത്യമായ രൂപത്തിൽ ഷർത്തുകളോടുകൂടിയും നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. ലിസബ്ഇൻ ഐ ബഅദ സബ്ഇൻ മിനസ്സിനീന, വർഷങ്ങളിൽ നിന്ന് 7 പൂർത്തിയായതിനു ശേഷം. ഐ ഇന്ദ തമാമിഹ, 7 വയസ്സ് പൂർത്തിയാകുന്ന സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ ജനിച്ച് 7 വയസ്സാകുമ്പോഴാണ്, അല്ലാതെ നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടർ അല്ലെങ്കിൽ റോമൻ കലണ്ടർ പ്രകാരമല്ല എന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. വഇൻ മയ്യസ ഖബ്ലഹ, 7 വയസ്സിന് മുമ്പ് തമ്മീസായാലും കൽപ്പിക്കേണ്ടത് 7 വയസ്സായതിനു ശേഷമാണ്. ഇനി കൽപ്പിക്കുമ്പോൾ സ്വീകരിക്കേണ്ട നിലപാട് എങ്ങനെയാവണം? വയംബഗി മഅ സീഗത്തിൽ അംദി, മോനെ പോയി നിസ്കരിക്കൂ എന്ന് കൽപ്പിക്കുന്നതോടൊപ്പം വയംബഗി, അത്യാവശ്യമാണ്, മഅ സീഗത്തിൽ അംദി, അമ്രിന്റെ വാചകത്തോടുകൂടി, കൽപ്പനയുടെ വാചകത്തോടുകൂടി, നിസ്കരിക്കു മോനെ എന്ന് പറയുന്ന ആ കൽപ്പനയുടെ വാചകത്തോടൊപ്പം അനിവാര്യമാണ് അത്തഹ്ദീദു, ഭീഷണിപ്പെടുത്തൽ. എന്ന് പറഞ്ഞാൽ പറഞ്ഞൊന്നും അനുസരിക്കുന്നില്ലെങ്കിൽ എളുപ്പം എന്ത് ചെയ്യണം? പോയി നിസ്കരിക്കും മോനെ എന്ന് മാത്രം പറഞ്ഞ പോരാ, അല്പം ഗൗരവത്തിലും കാര്യം എന്ത് ചെയ്യേണ്ടി വരും? കാണേണ്ടി വരും. വയംബഗി, അത്യാവശ്യമാണ്, മഅസീഗത്തിൽ അംദി, കൽപ്പനയുടെ വാചകത്തോടുകൂടി അത്യാവശ്യമാണ് അത്തഹ്ദീദു, ഭീഷണിപ്പെടുത്തൽ എന്ന് ഗൗരവമായി പറയാ. അല്ല പഴയകാലത്തൊക്കെ സഹോദരന്മാരൊക്കെ പറയാ, ഉമ്മമാര് പറയില്ല ചായ തരണമെങ്കിൽ നിസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞ ആ നിലക്ക്. കാരണം ചെറിയ കുട്ടികൾ അത്രയേ ഉൾക്കൊള്ളുള്ളൂ. അപ്പൊ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചായ, ചോറ് അതൊക്കെ വലിയ വിഷയം തന്നെയാണ്. അപ്പൊ അതെന്ത് ചെയ്യുക? കുട്ടികളോട് അത്തരം രൂപത്തിലും പറയണം എന്നർത്ഥം. അതുകൊണ്ടാണ് പഴമക്കാരൊക്കെ അങ്ങനെ ചെയ്തത്. ചില ആളുകളൊക്കെ പ്രായമായി ഇങ്ങനെ എന്തെങ്കിലും ചില അനുഭവങ്ങളൊക്കെ പങ്കുവെക്കും, പറയും പഴയ കാലത്തൊക്കെ സുബഹി നിസ്കരിച്ചില്ലെങ്കിൽ വീട്ടിൽ നിന്ന് രാവിലത്തെ ചായ കിട്ടൂല എന്നൊക്കെ. എന്നോടൊരു പ്രായമുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ട്, നിസ്കാരം കള്ളാ നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കരിച്ചാലേ ചായ കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ചില ഉപ്പമാരൊക്കെ വാശി പിടിക്കുകയും അങ്ങനെയൊക്കെയുള്ള ശീലമുള്ളവരാണ് പിന്നീട് കൃത്യമായ രൂപത്തിൽ നല്ല നിലയിൽ നിസ്കാരമൊക്കെ നിലനിർത്തി കൊണ്ടുവരികയും ചെയ്യുക. അതൊക്കെ നമ്മൾ നിലപാടുകൾ സ്വീകരിക്കേണ്ടവരാണ്. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മുടെ മക്കളുടെ വിഷയത്തിലൊക്കെ അങ്ങനെയൊക്കെ സ്വീകരിക്കേണ്ടി വരും. അല്ലാതെ വെറും നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ പെട്ടെന്ന് കേട്ടോണമെന്നില്ല. കാരണം നമ്മളെ കുട്ടികളാണ്, അങ്ങനെ പെട്ടെന്ന് അനുസരിച്ചോണമെന്നില്ല. അതുകൊണ്ട് വയംബഗി മാസീകത്തിൽ അംദി, ആവശ്യാനുസരണം ഭീഷണി, അല്ലാതെ വെറുതെ ഭീഷണിപ്പെടുത്തും വേണ്ട. അങ്ങനെയുണ്ട് ചിലര് മക്കളോട് ചിരിക്കുക, മക്കളോട് തമാശ പറയാതൊന്നും പറ്റൂല എന്നാ ചില മാതാപിതാക്കളുടെ ദൃഷ്ടി. ചില പഴയ മാതാപിതാക്കൾ മക്കളോട് ചിരിക്കുന്നതും കളിതമാശകളിൽ ഏർപ്പെടുന്നതൊക്കെ ചിലപ്പം വെറുക്കും. കാരണം അവരങ്ങനെയാ മനസ്സിലാക്കിയത്. അങ്ങനെയല്ലല്ലോ, മക്കളോടെപ്പോഴും ചിരിയും കളിയൊക്കെ തന്നെ വേണം. ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ഗൗരവപൂർവമായി പെരുമാറുകയും വേണം. വയംബഗി മഅസീഗത്തിൽ അംദി, കൽപ്പനയുടെ വാചകത്തോടൊപ്പം അത്യാവശ്യമാണ് അത്തഹ്ദീദു. എന്റെ ശബ്ദം കേൾക്കുന്നില്ല സുഹൃത്തുക്കളെ? എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ സുഹൃത്തുക്കളെ? എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പം വയംബഗി മഅസീഗത്തിൽ അംദി, കൽപ്പനയുടെ വാചകത്തോടൊപ്പം അത്യാവശ്യമാണ് അത്തഹ്ദീദു, ഭീഷണിപ്പെടുത്തൽ, അല്പം ഗൗരവരൂപത്തിൽ പരാമർശിക്കൽ. വയുദ്റബു, അവനെ അടിക്കപ്പെടണം. ആരെ? നമ്മുടെ നേരത്തെ പരാമർശിച്ച കുട്ടിയെ എന്ത് ചെയ്യണം? അടിക്കപ്പെടണം. ലർബൻ ഗൈറ മുബരിഹിൻ, പരിക്കുപറ്റാത്ത അടിക്കണം.
അടിച്ചിട്ടങ്ങ് പരിപ്പെടുക്കരുത്. വയുളറബു അവനെ അടിക്കപ്പെടണം. ലർബൻ ഗൈറ മുബരിഹിൻ പരിക്കുപറ്റാത്ത അടി അടിക്കപ്പെടണം. വുജൂബൻ നിർബന്ധമായും അടിക്കപ്പെടണം. മിമ്മൻ ദുകിറ പറയപ്പെട്ട ആളുകളിൽ നിന്നും നിർബന്ധമായിട്ടും. കുട്ടി നിസ്കരിക്കാത്തതിൽ കുറ്റമില്ല. പക്ഷെ ആ കുട്ടി നിസ്കരിക്കുന്നില്ലെങ്കിൽ നിസ്കരിക്കാത്തതിന്റെ പേരിൽ ഈ പറയപ്പെട്ട മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുടെ വസിയ് അല്ലെങ്കിൽ റഖീഖിന്റെ ഉടമ തുടങ്ങിയവർ നിർബന്ധമായും അടിച്ചോളണം. സമാധാനത്തിന്റെ മതാണ്. പക്ഷെ ചിലയിടത്ത് സമാധാനം ഇങ്ങനെയാണ് ഉണ്ടാവുക. വയുളറബു കാരണം നാട്ടിലെ ഏറ്റവും വലിയ തെമ്മാടിയെ അവനക്ക് വേണ്ട രൂപത്തിൽ ശിക്ഷ നൽകപ്പെടേണ്ടത് ഒരു സമാധാനം നിലനിൽപ്പിന്റെ ഭാഗമാണ്. സമാധാനം നിലനിൽക്കണം. ചിലപ്പോൾ അടിയും സമാധാനത്തിന്റെ ഭാഗമായിരിക്കും. വയുളറബു അവനെ അടിക്കപ്പെടണം. ലർബൻ ഗൈറ മുബരിഹിൻ മുബരിഹ് എന്ന് പറഞ്ഞ പരിക്കു പറ്റുക. പരിക്കുപറ്റാത്ത അടി അടിക്കപ്പെടണം. വുജൂബൻ നിർബന്ധമായും. മിമ്മൻ ദുക്കിറ ആരിൽ നിന്നാണ് നിർബന്ധമാകുന്നത്? പറയപ്പെട്ട ആളുകളിൽ നിന്ന്. ആരാ പറയപ്പെട്ടവർ? മാതാപിതാക്കൾ, അതുപോലെ ഏൽപ്പിക്കപ്പെട്ടവർ, റഖീഖിന്റെ ഉടമസ്ഥൻ. അലൈഹ എന്തിന്മേൽ? ആ നമസ്കാരത്തിന്മേൽ അടിക്കപ്പെടണം. ഐ അലാ തർക്കിഹ നമസ്കാരം ഉപേക്ഷിച്ചതിന്മേൽ അടിക്കപ്പെടണം. നമസ്കാരം ഉപേക്ഷിച്ചത് കാരണമായി അവനെ അടിക്കപ്പെടണം. വലൗ ഖലാഅൻ വീണ്ടും അതാ പറയുന്നു, ആ നിസ്കാരം ഖലാ ആണെങ്കിലും ശരി. സുബഹി നമസ്കരിക്കാൻ കുട്ടി എഴുന്നേറ്റില്ല. 10 വയസ്സുള്ള കുട്ടിയാണ്. ഉമ്മ എഴുന്നേറ്റിട്ടുണ്ട്, ബാപ്പ എഴുന്നേറ്റിട്ടുണ്ട്. പക്ഷേ മക്കളെ വിളിക്കുന്നില്ല. കാരണം ഓൻ ചെറിയോനല്ലേ, ഓനക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ എന്ന് തന്നെ ഉമ്മയും ബാപ്പയും തീരുമാനിക്കുന്നു. ശരിയേ അല്ല. 10 വയസ്സുള്ള കുട്ടിയോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. അത് നിർബന്ധമായും അതിന്റെ വക്തിൽ തന്നെ ആവാനും കൽപ്പിക്കണം. അതേസമയം ഇനി എഴുന്നേറ്റില്ല അല്ലെങ്കിൽ വിട്ടുപോയി, അങ്ങനെയാണെങ്കിൽ ഖലാ വീട്ടാൻ പറയണം. ഖലാ ഉപേക്ഷിക്കുകയാണെങ്കിൽ അതിന്റെ പേരിലും അടിക്കണം. അപ്രകാരം ഔ തറക ശർത്തിൻ മിൻ അലാ തർക്കിഹ ഉപേക്ഷിച്ചതിന്മേൽ അടിക്കപ്പെടണം. വലൗ ഖലാഅൻ അത് ഖലാ ആണെങ്കിലും ശരി. അല്ലെങ്കിൽ ഔ തറക ശർത്തൻ മിൻ ശുറൂ ഔ തർക്കി തറക്കാണ് അവിടെയുള്ളത് അല്ലെ. വയുളറബു അവൻ അടിക്കപ്പെടണം. അലാ തർക്കിഹ നിസ്കാരം ഉപേക്ഷിച്ചതിന്മേൽ. നമ്മൾ ഇവിടെ ഉള്ളതനുസരിച്ച് എങ്ങനെയുള്ളത്? എവിടെ? ഔ തർക്കി ശർത്തിൻ മിൻ ശുറൂത്തിഹ ഔ തർക്കി ഷർത്തിൻ മിൻ ശുറൂത്തിഹ നമസ്കാരത്തിന്റെ ഷർത്തുകളിൽ നിന്ന് ഒരു ഷർത്ത് ഉപേക്ഷിച്ചതിന്റെ മേലും. വുളുവെടുക്കാതെ നിസ്കരിച്ചു, അല്ലെങ്കിൽ വേണ്ട രൂപത്തിൽ ഔറത്ത് മറയാതെ നിസ്കരിച്ചു, എന്നാലും അതിന്റെ പേരിലും അടിക്കണം. ഔ അലാ തർക്കി ഷർത്തിൻ മിൻ ശുറൂത്തിഹ നമസ്കാരത്തിന്റെ ഷർത്തുകളിൽ നിന്ന് ഒരു ഷർത്ത് ഉപേക്ഷിച്ചതിന്റെ പേരിലും അടിക്കപ്പെടണം. എപ്പോൾ? ലി അശ്ദിൻ 10 വയസ്സായ സന്ദർഭത്തിൽ. 10 വയസ്സ് പൂർത്തിയായിട്ട് നിസ്കരിക്കുന്നില്ല എങ്കിൽ അവനെ അടിക്കണം. എന്തിന്റെ പേരിലൊക്കെയും അടിക്കണം. നിസ്കാരം ഉപേക്ഷിച്ചതിന്റെ പേരിൽ അടിക്കണം. നമസ്കാരത്തിലെ ഷർത്തുകൾ വിട്ടുവീഴ്ച ചെയ്തതിന്റെ ഉപേക്ഷിച്ചതിന്റെ പേരിൽ അടിക്കണം. അതോടൊപ്പം തന്നെ നമസ്കാരം ഖലാ ആയിപ്പോയി, അത് ഖലാ വിട്ടുന്നില്ല, എന്നാൽ അതിന്റെ പേരിലും അടിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഹദീസ് ആസ്പദമാക്കി വിഷയം നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ പൂർവികരായ മഹത്തുക്കളെ പോലെ തന്നെ ഐ ബഅദസ്തിക്മാലിഹ 10 വയസ്സായ സന്ദർഭത്തിൽ. ഐ ബഅദസ്തിക്മാലിഹ 10 വയസ്സ് പൂർണ്ണമായ സന്ദർഭത്തിൽ. 10 വയസ്സ് പൂർണ്ണമായാലാണല്ലോ ബഅദസ്തിക്മാലിഹ 10 വയസ്സ് പൂർണ്ണമായ ശേഷം നമസ്കരിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഖലാ വീട്ടുന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ അവനെ അടിക്കപ്പെടണം. ലിൽ ഹദീസി സ്വഹീഹി ഇതൊന്നും വെറുതെ പറയല്ല, സ്വഹീഹായ ഹദീസ് ഉള്ളതിന് വേണ്ടി. എന്താണ് സ്വഹീഹായ ഹദീസ്? മുറുസ്സബിയ ബിസ്സലാത്തി ഇദാ ബലഗ സബ്അ സിനീൻ. മുറു നിങ്ങൾ കൽപ്പിക്കണം. മുർ എന്ന് പറഞ്ഞ കൽപ്പിക്കുക എന്ന. മുറു നിങ്ങൾ കൽപ്പിക്കണം. അസ്സബിയ കുട്ടിയോട് കൽപ്പിക്കണം. ഇദാ ബലഗ സബ്അ സിനീൻ കുട്ടി 7 വയസ്സ് എത്തിച്ചാൽ നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം.
വഇദാ ബലഗ 10 സിനീൻ 10 വയസ്സെത്തിച്ചാൽ ഫൽദിബൂഹു അവനെ നിങ്ങൾ അടിക്കണം അലൈഹ നമസ്കാരത്തിന്മേൽ, അതായത് നമസ്കാരം ഉപേക്ഷിച്ചതിന്റെ മേൽ അവനെ നിങ്ങൾ അടിക്കണം. ആരാ പറയുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതുപോലെ തന്നെ വയുമറു മുമയ്യിസുൻ, ഇങ്ങനെയാണ് ഇനി നേരെ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ മത്തിന് മാത്രം വായിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. വയുമറു മുമയ്യിസുൻ ബിഹാ ലിസബ്ഇൻ വയുളറബു അലൈഹാ ലിഅശ്രിൻ. മത്തിന് മാത്രം, മത്തിനിന്റെ പേര് മറന്നുപോയിട്ടുണ്ടാവില്ലായിരിക്കും അല്ലെ സുഹൃത്തുക്കളെ? മത്തിനിന്റെ പേരൊന്ന് ടെക്സ്റ്റ് ചെയ്യണം. മത്തിനിന്റെ പേര് എന്ന് പറഞ്ഞ മൂലഗ്രന്ഥത്തിന്റെ പേരൊന്ന് ടെക്സ്റ്റ് ചെയ്യണം. എന്താ മൂലഗ്രന്ഥത്തിന്റെ പേര്? മറന്നോ? മൂലഗ്രന്ഥത്തിന്റെ പേര് ടെക്സ്റ്റ് ചെയ്യണം. റഹ്മാനി ഉസ്താദ് തന്നെ ടെക്സ്റ്റ് ചെയ്യണോ? വേറെ ഉസ്താമാർ ഹുറൈറ 10 ഒക്കെ ഉസ്താദാണെന്ന് അറിയില്ല, ഏതായാലും പേരില്ല. തയ്യിബ് റഹ്മാനി ഉസ്താദ് തന്നെ ഇപ്പൊ ചെയ്യേണ്ടയില്ല, വേറെ ഏതെങ്കിലും മറ്റു സുഹൃത്തുക്കൾ മറന്ന ഖുറത്തുൽ ഐൻ അല്ലെ? ആ മത്തനിൽ മാത്രം ഇങ്ങനെ ഉണ്ടാകുക. യുമറു മുമയ്യിസുൻ, ഒരു തമ്മീസെത്തിയ ഒരുത്തനോട് കൽപ്പിക്കപ്പെടണം. യുമറു മുമയ്യിസുൻ, തമ്മീസെത്തിയ ഒരാളോട് കൽപ്പിക്കപ്പെടണം. ബിഹാ നമസ്കാരം കൊണ്ട് കൽപ്പിക്കപ്പെടണം. എപ്പോൾ? ലിസബ്ഇൻ, 7 വയസ്സായ സന്ദർഭത്തിൽ. യുമറു മുമയ്യിസുൻ ബിഹാ ലിസബ്ഇൻ വയുളറബു അലൈഹാ, വയുളറബു അവനെ അടിക്കപ്പെടണം. അലൈഹ നമസ്കാരക്കാർ വയസ്സായതിനു വേണ്ടി. അത്താഖ് നോമ്പ് പോലെ. കസൗമിൻ, അതാ കസൗമിൻ നോമ്പ് പോലെ. അത്താഖ ആ കുട്ടിക്ക് സാധ്യമാകും. ഹു നോമ്പിന് സാധ്യമാകുന്ന കുട്ടിയുടെ നോമ്പ് പോലെ. അപ്പൊ നോമ്പും ഇപ്രകാരം 7 വയസ്സായാൽ കൽപ്പിക്കേണ്ടതും 10 വയസ്സായാൽ ചെയ്തില്ലെങ്കിൽ അടിക്കേണ്ടതുമാണ്. എന്നാൽ കഷ്ടകാലം എന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിൽ പല ഉമ്മമാരും ബാപ്പമാരും മക്കള് നോമ്പെടുക്കാനൊക്കെ മുന്നോട്ട് വരുമ്പോ അവര് പറയും ഇന്നെടുക്കണ്ട നാളെ എടുക്കാം. എന്തേ കാര്യം? മക്കൾക്ക് ക്ഷീണം എത്രയൊന്നും വലിങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. അത് ശീലിപ്പിക്കാൻ വരെ ചില ഉമ്മമാര് മടികാണിക്കുകയാണ്. 15 വയസ്സായ കുട്ടികൾ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പരിശുദ്ധ റമദാനിൽ നമ്മുടെ തന്നെ മക്കൾ, നമ്മുടെ 14 15 വയസ്സുള്ള മക്കൾ 30 നോമ്പെടുത്തവരാണോ അല്ലേ? നമ്മളൊന്നൊരു ചെറിയൊരു ചിന്ത നടത്ത്. 10 14 15 വയസ്സുള്ള സ്കൂളുകളിലൊക്കെ പോവും വരികയൊക്കെ ചെയ്യുന്ന നമ്മുടെ കുട്ടികൾ, ആ കുട്ടികൾ പൂർണ്ണമായും 30 നോമ്പെടുത്തിട്ടുണ്ടോ ഇല്ലേ? നമ്മളൊരു വിചിന്തനം നടത്തണം. 30 എടുപ്പിക്കേണ്ടതാണല്ലോ. അവർക്ക് സാധിക്കും, നോമ്പിന് സാധിക്കാന്ന് പറഞ്ഞാൽ സാധ്യമാവാത്ത വലിയ കേസൊന്നും ഉണ്ടാവില്ല. സാധാരണ രൂപത്തിൽ ഒരു കുട്ടിക്ക് നോമ്പെടുക്കാനൊക്കെ കൃത്യമായി കഴിയും. അപ്പൊ ആ നിലക്ക് ആ കുട്ടിയോട് പറയണം. അതായത് ഫഇന്നഹു നിശ്ചയം കാര്യം യുഅ്മറു ബിഹി നോമ്പ് കൊണ്ട് കൽപ്പിക്കപ്പെടണം. ഫഇന്നഹു നിശ്ചയം യുഅ്മറു ബിഹി നോമ്പ് കൊണ്ട് കൽപ്പിക്കപ്പെടണം. ലിസബ്ഇൻ 7 വയസ്സായ സന്ദർഭത്തിൽ. വയുളറബു അലൈഹി ആ നോമ്പ് കാരണം അടിക്കപ്പെടണം. ലിഅശ്രിൻ 10 വയസ്സായ സന്ദർഭത്തിൽ. കസ്വലാത്തി ഏതുപോലെ തന്നെ നിസ്കാരം പോലെ തന്നെ. ഫത്ഹുൽ മുഈനിൽ വളരെ വ്യക്തമായി പറഞ്ഞൊരു വിഷയമാണ്. സത്യത്തിൽ നമ്മുടെ നാട്ടിലെ ഉമ്മമാരൊക്കെ പലപ്പോഴും കുട്ടികളോടുള്ള സ്നേഹം എന്ന പേരിൽ 8ഉം 9ഉം വയസ്സുള്ള കുട്ടികൾ നോമ്പെടുക്കാനും മറ്റൊക്കെ മുന്നോട്ട് വരുമ്പോൾ പോലും നിരുത്സാഹപ്പെടുത്തുന്ന ഒരവസ്ഥ നമ്മൾ പലപ്പോഴും കാണാറും കേൾക്കാറുമുണ്ട്. അതുകൊണ്ട് കഴിവതും നമ്മുടെ മക്കൾ 7 വയസ്സായാൽ തന്നെ നോമ്പ് കൊണ്ട് ശീലിക്കേണ്ടവരാണ്. നമസ്കാരം പോലെ തന്നെ. അത് സുബഹി ആണെങ്കിലും 8 വയസ്സുള്ള മോനെ സുബഹിക്ക് വിളിക്കോ നമ്മൾ? 8 വയസ്സുള്ള മോന് സ്കൂളിലും മദ്രസയൊന്നും പ്രത്യേകിച്ചില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സുബഹിക്ക് വിളിക്കൂല, വിളിച്ചുണർത്തൂല. മോൻ ഉറങ്ങിക്കോട്ടെ, അവൻ 8 വയസ്സല്ലേ എന്ന് പറയും. സുബഹിക്ക് ശേഷം ഉറങ്ങണ്ടല്ലോ, എന്തിനാ കുട്ടികൾ ആ ടൈം ഉറങ്ങി വെറുതെ നശിപ്പിക്കുന്നത്? അത് ഉറങ്ങേണ്ട സമയമല്ലല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായും കുട്ടികളെ ആ സമയത്ത് ഉറക്കരുത്, വിളിച്ചുണർത്തുക തന്നെ വേണം. അത് നമ്മളെ കുട്ടികൾ 8 വയസ്സായല്ലേ ആയിട്ടുള്ളൂ എന്ന് ചിലപ്പോ നമ്മുടെ ഉപ്പ ചിലപ്പോൾ വിദേശത്ത് നിന്ന്, നിങ്ങളൊക്കെ പ്രവാസികൾ പലപ്പോഴും നാട്ടിൽ വന്ന് നോക്കും കുട്ടികളൊക്കെ ഉറക്കിലായിരിക്കും. ഉമ്മാനോടൊന്ന് പറയുമ്പോൾ ഭാര്യ പറയും അത് സാരില്ലപ്പാ. അപ്പം പിന്നെ ഭർത്താവും ചിന്തിക്കും ഞാനിപ്പോ 2-3 മാസം വന്നല്ലേ, ഇനിയിപ്പോ അതിന്റെ പിന്നിൽ കൂടാൻ കഴിയില്ല
എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് പലപ്പോഴും നമ്മൾ ഉത്തരവാദിത്ത നിർവഹണത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നുണ്ട്. കൂടുതൽ ശ്രദ്ധിക്കണം. നോമ്പിനും നിസ്കാരത്തിനും വിഷയം തഥൈവ സൈമാണ്, സമമാണെന്ന് നമ്മളൊക്കെ തിരിച്ചറിയുക. അതാണ് ഞാൻ ആ ഇബാറത്ത് അങ്ങനെ തന്നെ പറഞ്ഞത്. കസൗമിൻ അതാഖഹു, സാധ്യമാവുന്നവന്റെ നോമ്പ് പോലെ തന്നെ നോമ്പ് ഇങ്ങനെ തന്നെ, നിസ്കാരവും ഇങ്ങനെയാകുന്നു എന്നാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തിയത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നിസ്കാരമൊന്നും നിർബന്ധമല്ല കുട്ടിക്ക്, പിന്നെന്തിനാ ഇങ്ങനെ രാവിലെ വിളിച്ചെഴുന്നേൽപ്പിക്കേണ്ട ആവശ്യം? വഹിക്മത്തു ദാലിക, വഹിക്മത്തു ദാലിക അല്ലേ, വഹിക്മത്തു